നമ്മൾ ഓരോരുത്തരും ഓരോ പ്രതിസന്ധി കൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥയെക്കുറിച്ച് കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതോ മനസ്സിലാക്കുന്നതോ ഒന്നുമില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കളി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തിരികെ പോയിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അധികൃതരൊക്കെ തന്നെയാണ് ഇതിനുള്ള കാരണം. പഴയ ഒരു ഇന്റൻസിറ്റി ഒന്നും നമുക്ക് ISL മാച്ചിന് കിട്ടുന്നില്ല. എന്തിനേറെ പറയുന്നു, വരാൻ പോകുന്ന ലോകകപ്പിന് പോലും പഴയ ആവേശമില്ല എന്നുള്ളതാണ് സത്യം. ലോകകപ്പിന് ആവേശമില്ലാത്തതിന് കാരണങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നാളെ മുതലുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഏതായാലും ഇന്നലത്തെ മത്സരം, ഇന്നലത്തെ അല്ല അതിന് മുമ്പത്തെ മത്സരത്തിൽ ബംഗളൂരു FC-യും ചെന്നൈ FC-യും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ രണ്ട് താരങ്ങൾ തമ്മിൽ തുടങ്ങിയ സംഘർഷം രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് മത്സരത്തിന് ശേഷം അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ മത്സരത്തിൽ ബംഗളൂരു FC ചെന്നൈ FC-യെ പരാജയപ്പെടുത്തിയ 1-നെതിരെ 2 ഗോളുകൾക്ക് ചെന്നൈ FC-യുടെയും ബംഗളൂരു FC-യുടെയും രണ്ട് താരങ്ങൾ തുടങ്ങിയ തമ്മിലടി രണ്ട് ടീമുകളും ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് വരികയും മത്സരത്തിന് ശേഷം ഈ രണ്ട് താരങ്ങൾക്കും റെഡ് കാർഡ് ഇഷ്യൂ എന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. മത്സരത്തിന് ഫൈനൽ വിസിൽ മുഴങ്ങിയതിനു ശേഷം ചെന്നൈ FC-യുടെ താരമായിട്ടുള്ള പ്രകടേശ്വരൻ ബംഗളൂരു FC-യുടെ ബെഞ്ചിന് നേരെ ഷോട്ട് എതിർക്കുന്നത് പോലെ പന്തടിച്ചു കയറ്റുകയും ഇതിനെ ബംഗളൂരുവിന്റെ യുവതാരമായിട്ടുള്ള റക്കി മീറ്റയെ ചോദ്യം ചെയ്യുകയും അങ്ങനെ പ്രകടേശ്വരനും റക്കി മീറ്റയും തമ്മിൽ തയ്യാങ്കളിയാകുകയും രണ്ട് ടീമിലെയും താരങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുകയും റഫറി വന്ന് അനുനയിപ്പിച്ച് പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മൊമെന്റില് കാർഡൊന്നും ഇഷ്യൂ ചെയ്തില്ല എങ്കിൽ പോലും പിന്നാലെ രണ്ട് താരങ്ങൾക്കും റെഡ് കാർഡ് ഇഷ്യൂ ചെയ്ത് അവരെ വരാൻ പോകുന്ന മത്സരങ്ങളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളികളില്ലെങ്കിലും സംഘർഷങ്ങളുടെ പോപ്പുലാരിറ്റിയും ശ്രദ്ധയും ഇല്ലെങ്കിലും സംഘർഷങ്ങൾക്ക് യാതൊരു കുറവുമില്ല എന്നുള്ള വസ്തുത ഒന്ന് പറഞ്ഞു വെച്ചതാണ്.